ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലയോ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ ഇന്നിപ്പം ഈ വീഡിയോ ഇടാൻ കാരണം നമ്മൾ 12 എന്നുള്ള ആ വീഡിയോ ഇട്ട് എല്ലാവരും അത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും മിക്കവർക്കും അതിൽ നിന്ന് അത് ചെയ്ത് ഫലമുണ്ടായി എന്നുള്ള കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. നല്ല നല്ല കമൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഫലം കിട്ടാത്തവർ വീണ്ടും ചെയ്തു നോക്കുക. പൂർണ്ണ വിശ്വാസത്തോട് ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ്. നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ 12 എന്നുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇടത് കൈ വെള്ളയിലാന്ന്, ഇടത് കൈയുടെ നമ്മുടെ ഈ മോതിരവിരലിൽ എഴുതണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ മോതിരവിരലിൽ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനത് പറയാനായിട്ടാണ് ഞാൻ സത്യത്തിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അത് ഒരു കാര്യം ചെയ്യണം. ഈ ഇടത് കൈയുടെ ഈ മോതിരവിരലിലാണല്ലോ നമ്മൾ എഴുതാൻ പറഞ്ഞേക്കുന്നത്. ആ മോതിരവിരൽ നിങ്ങൾ എഴുതുമ്പോൾ ഒരബദ്ധം കാണിക്കരുത്. അത് പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ നല്ല തെളിച്ചമുള്ള പേന കൊണ്ട് തന്നെ എഴുതാവുക. തെളിച്ചമുള്ള പേന കൊണ്ട് ഒറ്റ തവണ മാത്രമേ നമ്മൾ 12 എന്ന് എഴുതാവൂ കേട്ടോ. അത് പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. 12 എന്ന് ഒറ്റ തവണ എഴുതാവൂ. പിന്നെയും തെളിഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അന്നേരം 2-3 തവണ ഒരുപോലെ എഴുതുന്ന പോലെ വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു തവണ മാത്രം നിങ്ങൾ നല്ല തെളിച്ചമുള്ള പേന തിരഞ്ഞെടുത്തിട്ട് 12 എന്ന് ഒറ്റ പ്രാവശ്യം മാത്രമേ എഴുതാവൂ. ഒരുപാട് തവണ അത് തെളിയട്ടെന്ന് പറഞ്ഞിട്ട് എഴുതരുത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ നമ്മൾക്ക് ബുക്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കിൽ എഴുതുന്നത് നമ്മൾ 12 പ്രാവശ്യം തന്നെ നമുക്ക് എഴുതാം. അതിനൊരു കുഴപ്പവുമില്ല. 12 എന്ന് മേളിൽ അത് ഒരുപാട് പേര് ഇതുപോലെ തന്നെ കമൻറ്റ്സ് ഞാൻ ഒരുപാട് വിശദീകരിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് പോലും ഒരുപാട് ആൾക്കാർ തിരിച്ചെനിക്കാണെങ്കിൽ ഇങ്ങനെ എഴുതി ചോദിച്ചേക്കുന്നു. കമൻസിൽ കൂടെ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരൊക്കെ ചോദിച്ചേക്കുന്നു. ഞാൻ കൊടുക്കാവുന്നവർക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ. ചിലർക്ക് ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ വന്നേക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. നിങ്ങൾ ബുക്കിലാണെന്നുണ്ടെങ്കിൽ 12 എന്ന് എഴുതിയിട്ട് താഴോട്ട് തന്നെ 12 പ്രാവശ്യം നമുക്ക് അത് നമ്മുടെ ആഗ്രഹം നമുക്ക് വീണ്ടും എന്ത് സാധിക്കാനുണ്ടോ നമുക്ക് എഴുതി പോകാം. പക്ഷേ ഈ കൈയുടെ നമ്മുടെ ഈ മോതിരവിരലിൽ എഴുതുന്നത് നമ്മൾ ഒറ്റത്തവണ എഴുതാവൂ. അത് തെളിച്ചമുള്ള പേന കൊണ്ട് ഒരു തവണ മാത്രം എഴുതി പോയാൽ മതി കേട്ടോ. അതാണ് ഞാനത് പറയാനായിട്ട് ഞാൻ വന്നേക്കുന്നത്. നമ്മളല്ലാതെ കാര്യം സാധിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ എഴുതിയിട്ട് വീണ്ടും തെളിയട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി എഴുതരുതേ. ഞാനതങ്ങനെ ഒന്നും ചെയ്തായിരുന്നു. അത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു അറിയാതെ. തെളിച്ച കിട്ടട്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഞാൻ ആ കൈവെള്ളയിലെ ഈ കൈവെള്ളയല്ല വിരളയിൽ ഞാൻ എഴുതിയായിരുന്നു തെളിച്ചം കിട്ടട്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു തവണ മാത്രമേ നമ്മൾ എഴുതാവൂ. അത് ഒരു തവണയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാ അരമണിക്കൂർ മാത്രം ഇരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് മാത്രം മതി. അല്ലാതെ നമ്മൾ വീണ്ടും പോയി അത് എഴുതാതിരിക്കുക. നമ്മൾ ബുക്കിൽ എഴുതുന്നത് നമുക്ക് 12 പ്രാവശ്യം എഴുതാം. നമുക്കിപ്പം കാര്യം സാധിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ തെളിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വെപ്രാളത്തിൽ വീണ്ടും അതിനകത്ത് ചെയ്യാനേ പോകേണ്ട കാര്യമില്ല. ഒരൊറ്റ തവണ മാത്രം എഴുതിയാൽ മതി. ബുക്കിൽ എഴുതുന്നത് നിങ്ങൾ 12 പ്രാവശ്യം എഴുതിക്കുമോ കേട്ടോ. എല്ലാവർക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെടും. നിങ്ങൾ അത് ഇതാക്കി നമ്മുടെ ഭാഗ്യം കൂടെ വേണം. അല്ലാതെ നമുക്ക് കുറച്ച് ഭാഗ്യവും കുറച്ച് ഇതെല്ലാം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നടക്കും. ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം എഴുതി രണ്ടാമത്തെ തവണ ഞാൻ എഴുതിയായിരുന്നു. എനിക്ക് രണ്ടാമത്തെ തവണ എനിക്ക് അത് കിട്ടിയായിരുന്നു. എനിക്ക് ഫലിച്ച് കിട്ടി. രണ്ടാമത്തെ തവണ ഞാൻ എഴുതിയപ്പോഴും എനിക്കത് സാധിച്ച് കിട്ടി. പക്ഷേ ഞാൻ ആ സാധിച്ച കാര്യം നമ്മളിപ്പം വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യം ഒരെണ്ണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഈ കൈയുടെ ഈ വിരളയിൽ എഴുതുന്നത് ഒന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. പലരാണെന്നുണ്ടെങ്കിൽ പല രീതിക്കും നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോ ഇങ്ങനെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒറ്റ തവണ എഴുതുക. അത് തെളിയിച്ചുള്ള ഒരു മഷി കൊണ്ട് എഴുതുക. ആ തെളിച്ചം മതി. നമുക്ക് അരമണിക്കൂർ ഇരിക്കണമെന്നുള്ളതേ ഉള്ളൂ. സാധിക്കേണ്ടതാണ്. ദൈവം സാധിച്ചു തരേണ്ടതാണ്. ഈ പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരും. ഞാനത് പറയുമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ വിട്ടത് കേട്ടോ. ഒത്തിരി നേരം ഒന്നും ഞാൻ നീട്ടി പറഞ്ഞുകൊണ്ട് പോകുന്നില്ല.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അത് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഫലം ഉണ്ടാകട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ഇട്ട് നാളെ വരാം. താങ്ക് യു.